ഇന്നിതാ കുറച്ച് അമ്പഴങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ അത് വെച്ചിട്ടൊരു അച്ചാർ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതൊക്കെ കഴുകി നല്ലപോലെ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചട്ടിയിലേക്ക്. അതിലേക്ക് കുറച്ച് കടുകിട്ട് കടുകൊന്ന് പൊട്ടിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടെ അതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇടണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ആ മണമൊക്കെ ഒന്ന് കിട്ടുള്ളൂ. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ വയലറ്റ് പച്ചമുളക് ഇല്ലേ, കാന്താരി, അതും കൂടെ കുറച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന അമ്പഴങ്ങില്ലേ, അതുകൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കണം കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് അതിൻ്റെ പച്ചമണം മാറണ വരെ നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് സുറുക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. സുറുക്ക് ഒഴിച്ച് നല്ലപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാനിവിടെ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ചേർത്തു. അതൊക്കെ ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ അച്ചാറിനൊരു പ്രത്യേക മണമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു പണി കൂടെ ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ അച്ചാറൊക്കെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴേ അതിലേക്ക് കുറച്ച് ചോറിട്ടു. ആ ചോറിട്ടിട്ട് അവിടെ കുഴച്ച് കഴിക്കുമ്പോഴല്ലോ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. നമ്മളെല്ലാ വീട്ടിലും അമ്മമാരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയല്ലോ കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.